ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ കുറേ ആയല്ലോ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരു റെസിപ്പി ഇടാമെന്ന്. അപ്പോൾ വേറെ ഒന്നല്ല, മത്തി മുളകിട്ടതും മത്തി ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. വരട്ടിട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്കായ, ഒരു അരക്കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 7 ചെറിയ ഉള്ളി കേട്ടോ. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ ഒരു റെസിപ്പിയാണ്. പല രീതിയിലും കറി വെക്കാറുണ്ട്, പക്ഷേ എപ്പോഴും വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യാറ്. അപ്പോൾ ഞാനിത് കായ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ ഫ്രൈ ചെയ്യണതിൽ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിതാ മത്തി വരട്ടെടുത്തേക്ക് ഇതുപോലെ മസാലയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മത്തിയുടെ ഭാഗത്ത് എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് മീൻ ഇതുപോലെ മസാല പുരട്ടി വെക്കാന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഒന്ന് മിക്സാക്കി വരുമ്പോഴത്തേന് മസാല നന്നായിട്ട് തന്നെ മീനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്താൽ മതി. പിന്നെ ഞാനിതാ പുളി ഇവിടെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചതാണ്. പുളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ അത്യാവശ്യം പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ മീൻകറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. പുളി നിങ്ങൾക്ക് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കിവിടെ പുളി കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിപ്പൊടി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് കറി കട്ടിയായിട്ടാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത്ര ഒഴിക്കുന്ന വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും കറി കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ലൂസായിട്ട് കറി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാനിതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ ആണ് ഒന്നും കൂടി ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കായം തേച്ച് വെച്ചിട്ടുള്ള മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മീൻ ഫ്രൈ ചെയ്യാനിട്ടതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മീൻകറി നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറീൻ്റെ ഫ്ലെയിമും ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കറി ഒന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 4 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കറി തൂമിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ കറി മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്ര ലൂസായിട്ട് കറി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.